താലിയുമായി വരുന്നിൻ തിങ്കളേ ഇതിലേ ഇതിലേ അതുപോലെ വെഡിങ്ങിലേക്കുള്ള ജേർണി എന്ന് പറയുന്നത് നീണ്ട കാലത്തെ ഇവളുടെ മാത്രം പരിശ്രമം എന്ന് വേണമെങ്കിൽ തുറന്നു പറയേണ്ടി വരും. പിന്നെ എന്താ പറയുക, പുള്ളിക്കാരി ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു കേസ് കേട്ടൊക്കെ വന്നു കഴിയുമ്പം പെട്ടെന്ന് കാര്യങ്ങൾ ഈസിയാണ്. ഞാൻ ഇച്ചിരി കൂടെ ഹോൾഡ് ഓൺ ചെയ്യും, പ്രശ്നങ്ങൾ ഇച്ചിരി കൂടെ വലിച്ചു നീട്ടുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ കംബാക്ക് ചെയ്യും, പെട്ടെന്ന് റിക്കവർ ആവും. അതാണ്. പിന്നെ എന്നെ അങ്ങനെ കെട്ടിയിടാറില്ല. ഞാൻ എന്ത് ദുശീലങ്ങളുള്ളവനാണെങ്കിലും അതൊക്കെ അപ്പോൾ ഒരു പരിധി വരെ അവൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ മെയിൻ എത്താൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ മംഗലാപുരമാണ് മീറ്റപ്പ്. പിന്നെ ഒരു കുറേ കാലം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ എപ്പോഴോ ഇങ്ങനെയൊക്കെ ഒരു പറ്റിപ്പോയി, അതിവിടെ എത്തി. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. അതൊരു ഓവറോൾ ക്രൗഡ് വൈസ് അടിപൊളിയായിരുന്നു. നമ്മുടെ പിള്ളേരെല്ലാം പവറായിരുന്നു. എനിക്ക് എൻ്റെ പിള്ളേരോടൊരു താങ്ക്സ് പറയാനുണ്ട് പ്രത്യേകമായിട്ട്. പിന്നെ എന്താ പറയുക, ഞാൻ ഭയങ്കര ടെൻഷൻ പെട്ടെന്ന് എടുക്കുന്ന ആളാണ്. സോ അതിൻ്റെതായ ഒരു സാധനം എനിക്ക് തോന്നുന്ന ഫോട്ടോസിലടക്കം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങളിപ്പോ അവിടെ നീങ്ങി പോകുന്നേ ഉള്ളു. അവരുടെ ഫ്രണ്ടിലായിരുന്നു ഇത്ര നേരം. ശരി 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 ശരി. ഗൗണൊക്കെ ഓക്കെ ആണോ? കൂടി വന്നി. എടി നീ എവിടെ നിന്നാണ് ഈ ലൈവ് കഴിക്കുന്നത്? എനിക്ക് പോലും കിട്ടുന്നില്ല. ഞാൻ നോക്കിയോ വിസ്മയ എവിടെ നിന്നൊക്കെയോ പറക്കിക്കൊണ്ട് വരും. പക്ഷേ അവനെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായല്ലോ. സിജിലിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് മംഗലാപുരത്ത് ഞാൻ പഠിക്കുന്ന സമയത്താണ്. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് സിജിൽ തൊട്ടപ്പുറത്തെ കോളേജിലുണ്ടായിരുന്നു, അലോഷ്യസിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ നാനാ മീറ്റിംഗ് പോലെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ച് ഞങ്ങളിങ്ങനെ കണ്ടു, ഇങ്ങനെ മീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി, പിന്നെ നല്ല കമ്പനി ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പം 6 വർഷമാവുന്നു റിലേഷനായിട്ട്. അതായത് യൂണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭയങ്കര സോഷ്യലാണ്. പിന്നെ എന്നെപ്പോലെയൊക്കെ തന്നെയാണ്, ഭയങ്കര കൂളാണ്. പിന്നെ എനിക്ക് സെറ്റായി പോകുന്ന ഒരാളായിട്ട് തോന്നി. എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ എന്താ, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യും. ചില്ലാണ് മൊത്തത്തിൽ. റിലേഷനിലേക്ക് എത്തുന്നത് ഞങ്ങൾ നല്ല ക്ലോസ് ആയിരുന്നു. അപ്പം നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നോണ്ട് തന്നെ
ലൈക്ക് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊരു റിലേഷനിലേക്ക് ഫോർവേഡ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡായി രണ്ടുപേർക്കും. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ സെറ്റായി. പിന്നെ വീട്ടിൽ ഓക്കെ ആയിരുന്നു, പിന്നെ വിഷയമൊന്നും ഇല്ലായിരുന്നു. അപ്പം വീട്ടിൽ അപ്രൂവ് ചെയ്തുകൊണ്ട് പിന്നെ ഇങ്ങനെ കല്യാണം വരെ എത്തി. ഇന്നത്തെ ഡേ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഡേ ആയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ട്. ഹലോ സീച്ച പറ. ഹലോ, ആ പറ. പപ്പായും മമ്മിയൊക്കെ വന്നേ ഉള്ളൂ. അവർ ഓൺ ദ വേ ആണ്. ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. അവരിപ്പോൾ തന്നെ എത്തും. ഞാൻ പണ്ടേ റെഡിയായി. ഇവിടെ ഇങ്ങനെ അനാഥ കൊച്ചിനെ പോലെ ഇരിക്കുക, ആരും വെയിറ്റ് ചെയ്യാതെ. ഭക്ഷണം കഴിച്ചു. ഞാൻ പഴമൊക്കെ കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? എന്തെങ്കിലും കഴിച്ചോ? എന്തെങ്കിലും കഴിക്കേ. ശരി, ഞാനിവിടെ കഥയൊക്കെ പറയുക അവിടെ പോയി. പിന്നെ എല്ലാവരും പപ്പയും ചേട്ടായിമാരും എല്ലാവരും ക്ലോസ് ആണ്. എല്ലാവരുമായിട്ടും നല്ല കൂളാൻ. മമ്മി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ന്യൂ ജെൻ വൈബാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും മമ്മിക്കാണ് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. മമ്മി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറേ കൂടെ ഈസിയാണ്. അങ്ങനെ ഗോ വിത്ത് ദ ഫ്ലോ മൈൻഡാണ് കുറേ കൂടി. സിജിലിന് ഫസ്റ്റ് ടൈം കണ്ടപ്പം ഞങ്ങൾ ആദ്യം സൂട്ട് ഇട്ടിരുന്ന ഫോട്ടോ നേരത്തെ കണ്ടിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം മുടിയൊക്കെ സെറ്റ് ചെയ്ത് ആള് നല്ല ചില്ലായിട്ട് നിൽപ്പുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. കർത്താവ് ഇങ്ങോട്ടൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധന്റെ മാതാവ് വിവാഹത്തിനായി ഒരുങ്ങി പള്ളിയിലേക്ക് വരുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അനുഗ്രഹിക്കണമേ. വിവാഹ ജീവിതത്തിൽ പൂർണ്ണ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് നമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എഴുതിയ ലേഖനം 5 അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി ആണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ആരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവ്
ജന്മം നിറഞ്ഞ മറിയമേ സുസ്തി നിന്റെ അനുഗ്രഹവും കൃപയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനെ നന്ദിപൂർവ്വം നിങ്ങൾ അനുസ്മരിക്കുന്ന ഈശോയെ ഇവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷത്തിലെ നിന്റെ ഹൃദയത്തിലേക്ക് സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇവനെ തിരിച്ച് കരം പിടിച്ച് ഈ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കരീതിയെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവനെ നൽകിയതിനെ ഓർത്ത് ഈ മനോഹരമായ ഈ ഒരു വധുവിനെ ഇവൻ്റെ ജീവിതത്തിലേക്ക് നീ ഒരുക്കി ഇവിടം വരെ എത്തിച്ചതിനെ ഓർത്ത് ഈശോയെ നിനക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ അനുഗ്രഹം നിങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹമായിട്ട് സ്തുതികളായിട്ട് പ്രാർത്ഥനകളായിട്ട് ഈ വരുന്ന നിമിഷങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈശോയെ അവരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് നിന്റെ കൃപയെ നിങ്ങൾ യാചിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നത്. ഇവരുടെ കുടുംബ ജീവിതം നീ ദേവാലയത്തിൽ നിന്ന് നിരശീഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷമല്ല ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ എന്നും നിന്നോട് ചേർന്ന് നടക്കുവാൻ വേണ്ടി സന്തോഷത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും എല്ലാം പരസ്പരം പങ്കുവെച്ച് ബഹുമാനിച്ചുകൊണ്ട് പരസ്പരം മുന്നേറുവാനുള്ള കൃപയും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ നൽകണമെന്ന് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ നിന്റെ സന്ധിയിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയും കൃപയും ഞങ്ങൾ വിചാരിക്കുന്നു. അമ്മേ മാതാവേ ജീവിതത്തിലുള്ള കാവൽക്കാരിയായി എന്നും കൂടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഈ കുടുംബങ്ങളെ പ്രത്യേകിച്ച് കാഴ്ചക്കാരുടെയും ചേർച്ചയുടെയും ഞങ്ങളുടെ ബാക്കി എല്ലാവരുടെയും കുടുംബങ്ങളെ അനുഗ്രഹിച്ച നീ ഇവരുടെ കുടുംബത്തിലെയും മധ്യസ്ഥയായി വന്ന് അനുഗ്രഹമായി കൃപയായി തിരുമാരുടെ സന്നദ്ധിയിൽ നിന്നും പ്രാർത്ഥനകളും യാതൊരു വിചാരിച്ചു തരണമെന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടി വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പിടത്തിന്മേൽ വെക്കുന്നു. മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അറിയപ്പെടാത്തതയും വെളിച്ചത്ത് വരാതെ ഇരിക്കുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവേൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവൻ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നവർ കൂടെയും എടുക്കപ്പെടും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
അവൻ
ഇന്ന് സിറ്റിയിലെയും അലയെയും സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. നാളുകളായി വർഷങ്ങളായി ഇവര് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ ഒരു നിമിഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവര് എല്ലാ കോഴ്സുകളിൽ കൂടി വൈകിട്ട് ഉപദേശങ്ങൾ സ്വീകരിച്ച് മാതാപിതാക്കളായ നമ്മുടെ ഉൾഭാഗങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് സഭയെയും മാതാപിതാക്കളായും ഒക്കെ സാക്ഷി നിർത്തി ഇന്ന് ഇവരെ പറയുവാനായി പോവുകയാണ്. ഇന്ന് മുതൽ മരണം വരെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെയും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാണ്. ഈ ഒരു നല്ല മുഹൂർത്തത്തെ നന്ദി പറയുകയും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നന്മകളും ഏറ്റവും സ്നേഹത്തോടുകൂടി നേരുകയും ചെയ്യുകയാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ ചിലപ്പോൾ പറയാനായിരിക്കാം പഴയ നിയമത്തില് ഉടമ്പടി നടത്തപ്പെടുന്നത് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് രാജ്യത്തിലെ നേതാക്കന്മാര് ഒരുമിച്ച് ഈ ഉടമ്പടി നടത്തപ്പെടുമ്പോൾ വലിയ ഒരു ഗോളിന് രണ്ട് വശങ്ങളിലായിട്ട് ഈ ഉടമ്പടി പാലിക്കപ്പെടേണ്ടതുണ്ട്. അതിന് നടുക്ക് വലിയ ഒരു ബന്ധത്തെ രണ്ടായി ഒന്നിച്ച് എടുത്തു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഈ ഒന്നിച്ച് കടത്തപ്പെട്ടിരിക്കുന്ന ആ ബന്ധത്തിന്റെ ചുറ്റും നടന്നുകൊണ്ടാണ് ഈ ഉടമ്പടി ചെല്ലുന്നത്. അപ്പൊ അത് കാണിക്കുന്ന പ്രകാരമാണ് ആരെങ്കിലും ഒരാള് ഈ ഉടമ്പടി ലംഘിച്ചാല് അതിന്റെ പരിണിത ഫലം ഈ നടുക്ക് കിടക്കുന്ന മൃഗത്തെ പോലെ ആയിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്രകാരം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സിനിമയും അതിനെയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എത്രമാത്രം ഗൗരവത്തോടുകൂടിയാണ് ഈ വിവാഹ ഉടമ്പടിയെ സഭ കാണുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. നിങ്ങളോട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ ജീവിക്കുവാനായിട്ട് ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്, മറിച്ച് സമ്മതമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇഷ്ടം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകുവാനായിട്ട് സാധ്യതകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന കാറുകൾ അല്ലെങ്കിൽ ഡ്രസ്സ് ഇതൊക്കെ പോയാല് മാറ്റുവാനായിട്ട് അവസരങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ സാക്ഷ്യം നൽകി ഇന്ന് മുതൽ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്താൽ ഒരിക്കലും മാറ്റുവാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. അത് അത്രമാത്രം ഊർജ്ജത്തോടുകൂടി അത്രമാത്രം ഗൗരവത്തോടുകൂടി വിവാഹത്തെ നോക്കിക്കണ്ടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ ഒരു പ്രതിജ്ഞ അത്രമാത്രം ഗൗരവമാണെന്നുള്ള കാര്യം നിങ്ങൾ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തിരിക്കുവാനായിട്ട് പരിശ്രമിക്കണം. നമ്മൾ പലപ്പോഴും ജീവിതത്തിലോ ആലപ്പുഴയിലെ വള്ളംകളി, ഈ വള്ളംകളി പ്രത്യേകത എന്ന് പറയുന്നത് 4 ദിവസമാണ്. അവര് ആ കരയിൽ നിന്ന് ഒരു ഒത്തിരി ആളുകൾ ആ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർത്ത് ഈ വള്ളം ഈ കായലിലേക്ക് തള്ളി വയ്ക്കും. എന്നിട്ട് ഈ മത്സരത്തിന് പോകുന്ന 20-21 ആളുകൾ മാത്രം ഈ വള്ളത്തിൽ കയറും. എന്നിട്ട് അവര് ഒരേ കാലത്തില് ഒരേ ഇടയ്ക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് തുടങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതിന് നാട്ടുകാരും മറ്റ് സുഹൃത്തുക്കളൊക്കെ ഈ കായലിന്റെ 2 വശത്ത് നിന്നുകൊണ്ട് കൂക്കി വിളിച്ച് കൈകൊട്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും മാത്രം ചെയ്യുന്നു. പക്ഷേ തുടർന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് ഈ വള്ളത്തിലുള്ള ആളുകൾ മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് ജീവിതമാകുന്ന വള്ളത്തിലേക്ക് ഈ സ്ഥിതിയിലേക്ക് അലയെയും കെട്ടിയിട്ട് നിങ്ങളെ തൊഴിയുവാനായി എത്തിക്കുകയാണ്. ബന്ധുബന്ധങ്ങളും മാതാപിതാക്കളും സുഹൃത്തുക്കളും ഒക്കെ ചുറ്റിലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങളെ കൈവരിച്ച് നിങ്ങളെ മുമ്പോട്ട് ചെയ്യുവാനായി സഹായിക്കും. പക്ഷേ നിങ്ങളുടെ ജീവിതമാകുന്ന ഈ കുടുംബ ജീവിതത്തില് വള്ളത്തിൽ കയറി ഒരേ കാലത്തില് ഒരേ ഇടയ്ക്ക് നിങ്ങൾ നടന്നു നീങ്ങുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനത്തിന് എത്തിച്ചേരുവാനായി സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് എപ്പോഴും ഓർക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പിടിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അത് ആരെങ്കിലും ഒരാൾ പതുക്കെ നടന്നാലോ ആരെങ്കിലും ഒരാൾ സ്പീഡിൽ നടന്നാലോ നിങ്ങൾ തട്ടി വീഴുവാനായിട്ട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരേ കാലത്തിന് ഒരേ നിലയ്ക്ക് ഒരേ ലക്ഷ്യത്തിന് ഒരേ സ്വപ്നത്തിന് നിങ്ങൾ നടന്നു നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും.
എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളെ തന്റെ കുടുംബത്തിനും അയൽവാസികൾക്കും ഇടവകയ്ക്കുമൊക്കെ മാതൃകാപരമായിട്ട് ജീവിക്കുന്നു. ഏത് സമയത്തും രാവിലെ രാത്രിയായാലും സമയത്തിന് വ്യത്യാസമില്ലാതെ ഒരേ ഇഷ്ടത്തിനോടുകൂടി മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. അത് ഈ മകന് കൊടുത്തിട്ടുണ്ട്. ഒരു ഈ ഇടവകയുടെ കാര്യങ്ങൾ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജീവിത മാതൃകയെ നിങ്ങൾ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപത്ത് ഘട്ടങ്ങളിൽ സഹായിക്കുവാനായിട്ട് ദൈവവും ദൈവികമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അറിയാൻ പോകുന്ന രണ്ട് മോതിരങ്ങളുണ്ട്. അല്ലെങ്കിൽ പേരുള്ള മോതിരം സിജിന്റെ പേരുള്ള മോതിരം അല്ലെങ്കിൽ ധരിക്കുന്നത്. അതിന് കാരണം ഇന്ന് മുതൽ സിജിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ അലയനായിരിക്കണം. അലയനയുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ സിജിന്റേതുമായിരിക്കണം. ഇപ്പൊ ഇതുവരെ നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളും സ്വപ്നങ്ങളും ആയിരിക്കാം. പക്ഷെ ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരുടെയും സ്വപ്നങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒരേ രീതിയിൽ ആയിത്തീരുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നത്. ഇന്ന് ഈ മക്കളോട് ഈ അലനയുടെ തലയിൽ സിദ്ധിയിടുമ്പോൾ സിദ്ധിൽ പറയുന്നത് പ്രകാരമാണ്: ഞാൻ കൊടുത്താലും ഒഴുത്തില്ലെങ്കിലും, ഞാൻ ഭക്ഷണം കഴിച്ചാലും ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, ഞാൻ നിങ്ങളെ കാത്തുപരിപാലിക്കുമെന്നാണ് ഈ സിദ്ധി പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരെ ദേവാലയത്തിൽ ഇനി മുതൽ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുമ്പോൾ ഇവരുടെ കുടുംബജീവിതം രക്ഷിതാവസ്ഥയിലേക്ക് പോകുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ പലതായിരിക്കാം. പക്ഷേ നമ്മുടെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനയും നമ്മുടെ ഓരോരുത്തരുടെയും സഹായങ്ങളും ഇവരുടെ ഉണ്ടാകുമ്പോൾ ഇവരുടെ ജീവിതം സന്തോഷപ്രദമായിട്ടും അനുഗ്രഹപ്രദമായിട്ടും മാറ്റപ്പെടുവാനായിട്ട് സാധിക്കും. നമ്മൾ സുവിശേഷത്തിൽ വായിച്ച് കേട്ടു, കനായിലെ കല്യാണം വരുന്നത്. കനായിലെ കല്യാണം വരുന്നത് ആ കുടുംബജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വീതികളിൽ പോയപ്പോൾ പച്ചവെള്ളത്തെ വീതിയാക്കി മാറ്റുവാനായിട്ട് കഴിവുള്ള യേശുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ആഘോഷങ്ങളില്, നമ്മുടെ തീരുമാനങ്ങളില്, നമ്മുടെ ഓരോ നിലപാടുകളിലും യേശുവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുവാനായിട്ട് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവുകൾ സംഭവിക്കുകയില്ല. ചിലപ്പോൾ മധുരിക്കുന്ന അനുഭവങ്ങൾ മാറിപ്പോയാലും പച്ചയായിട്ടുള്ള പച്ചവെള്ളത്തിന്റെ അനുഭവത്തിൽ നിന്നും മധുരിക്കുന്ന അനുഭവത്തിലേക്ക് മാറ്റുവാനായിട്ട് കഴിവുള്ള യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ തീരുമാനങ്ങളും ഉണ്ടാകുവാനായിട്ടുള്ള കൃപതലങ്ങളെ ആത്മാർത്ഥമായിട്ട് ദൈവം പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ യാത്രയിൽ, ജീവിതത്തിന്റെ അവസാനത്തിൽ, ഓരോ ദിവസത്തിന്റെ അവസാനം ഒരു കുറച്ച് സമയമെങ്കിലും ദൈവത്തിനെ മാറ്റിവെക്കുവാനായിട്ട്, അന്നത്തെ ദിവസം അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ട്, നിങ്ങളുടെ തീരുമാനം ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എടുക്കുവാനായി സാധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമാകും, മറ്റുള്ളവർക്ക് മാതൃകപരമാകും, കുടുംബജീവിതത്തിൽ അനുഗ്രഹപ്രദമായിരിക്കുവാനായി സാധിക്കും. അതിനുള്ള എല്ലാവരും പ്രകാരവും നന്മയും ദൈവാനുണ്ടാകട്ടെ. ആത്മാർത്ഥമായിട്ട് കൂടിയിരുന്ന എല്ലാ വഴികളെയും വ്യക്തിപതാലങ്ങളെയും ശ്രദ്ധകളെ ആശ്രയിക്കുന്നു. ദൈവങ്ങളെ സമർത്ഥമായിട്ട് Yeah.
പൂർണ്ണമായ സമ്മതത്തോടുകൂടി അല്ലെങ്കിൽ ഭാര്യയായി സ്വീകരിക്കുന്നു അല്ലെങ്കിൽ തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി സിസിലിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹപ്പെടുത്തിയ സാക്ഷികളാണ്. അതുപോലെ നിങ്ങൾ തമ്മിലുള്ള വിവാഹ പ്രക്രിയയുടെ ഭാഗമായി പരസ്പരം ബന്ധപ്പെടുകയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി നമ്മുടെ ജീവിതം നയിക്കുക. നമ്മുടെ കർത്താവായ യേശു നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പുരുഷമരണം വഴി വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിനും സ്നേഹത്തിനും വധുവരന്മാരെ ലഭിക്കുന്ന ഈ കാര്യം ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ കാര്യം അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോദനങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രകോടി കൃപാവരത്തിന്റെ നിശ്ചലവസ്തുക്കളാൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ക്ഷണിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന്
വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമാകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയും സംഗീതവുമായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നത്, അവരെ ശുദ്ധിയുടെ മാർഗ്ഗത്തിൽ നയിക്കുന്നത് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
ഓരോരുത്തരുടെ സാന്നിധ്യത്തിൽ നവവധുവരന്മാരെ ഏറ്റവും സ്നേഹപൂർവ്വം സജ്ജമാക്കിയിരിക്കുന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാർത്തോമൻ എന്ന പ്രാർത്ഥനാകാലത്തോടു കൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നു. പ്രാർത്ഥനാകാലം ആരംഭിക്കുമ്പോൾ പിതാക്കന്മാരോടുള്ള ആദര സൂചകമായി ഏവരും എഴുന്നേറ്റ് നിൽക്കുവാനെ അറിയിക്കുകയാണ്. നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥനാകാലം ആരംഭിച്ചുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കാം.
വധുവരന്മാർ അവരുടെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ എല്ലാവിധ പ്രാർത്ഥനാശംസകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. സന്താന വധുവരന്മാർ പരസ്പരം നെറ്റിയിൽ ചാർത്തുകയാണ്. എന്നും കുളിർമയുള്ളതായിരിക്കട്ടെ എന്ന ആശംസയാണ് ഈ ചടങ്ങുകൾ വ്യക്തമാക്കുക. സൂചിപ്പിക്കുന്ന സജമാക്കിയ പായയുടെ മുകളിലായി ഒരു പീഠം ക്രമീകരിക്കുകയാണ്. വിരിക്കപ്പെട്ട പായയുടെ മുകളിൽ പീഠം ക്രമീകരിക്കുന്നു. പീഠത്തിന് മുകളിലായി പരിശുദ്ധിയുടെ പ്രത്യേകമായ വെള്ള വസ്ത്രം ധരിക്കുകയാണ്. വധുവരന്മാർ ആരംഭിക്കുവാൻ പോകുന്ന ഭാവി ജീവിതം എന്നും സ്നേഹത്തിലും ഐക്യത്തിലും അധിഷ്ഠിതമാകുവാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടെ വധുവരന്മാരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന ചടങ്ങാണ് വാണുപിടിക്കൽ ചടങ്ങ്. ഈ ചടങ്ങിലേക്കായി വധുവരന്മാർക്ക് വാണുപിടിക്കുവാനായി വധുവിന്റെ അമ്മയായ ശ്രീമതി സാനി ടോമിയെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. On to our first ceremony, the Varbrita. The mother of the bride showers her blessings to her beloved daughter through this special Nanai custom called Varbrita, seeking blessings of the Holy Spirit, commemorating the blessings given by Jacob to Joseph and Regulus to Sarah. അവകാശി കടന്നുവന്ന് വധുവരന്മാർക്ക് വാഴു പിടിക്കുവാനായി 3 പ്രാവശ്യം സഭാ അനുവാദം വാങ്ങി അവകാശിക്ക് ഈ ചടങ്ങ് നടത്താവുന്നതാണ് എന്നറിയുന്നത്. വാഴ പിടിക്കട്ടെ. മണവാളച്ചടങ്ങിന് മണവാട്ടി പെണ്ണിന് വാഴ പിടിക്കട്ടെ. സിജിലിനും അലയനായിട്ട് വാഴ പിടിക്കട്ടെ. പാലും പഴവും നൽകൽ ചടങ്ങാണ് ഇതിൽ നടത്തപ്പെടുക. കിണ്ണികളുമായി വരന്റെ സഹോദരി വിധിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വധുവിന്റെ അമ്മ വധുവരന്മാരുടെ വായ കഴുകി ശുദ്ധമാക്കിയതിനു ശേഷം പാലും പഴവും നൽകൽ ചടങ്ങ് ഈ സമയം ഇതിൽ നടത്തപ്പെടുകയാണ്. ഒരേ പാദത്തിൽ കുടിക്കുമ്പോൾ ഇനിമേൽ അവ 2 അല്ല 1 എന്ന തിരുവചനം ഇവിടെ വ്യക്തമാക്കുകയാണ്. സജ്ജമാക്കിയിരിക്കുന്ന പാല് വധുവരന്മാർ ചേർന്ന് ഈ സമയം പാലം ചെയ്യുകയാണ്. വളവാച്ചർക്കിലും വളവാറ്റിപ്പെണ്ണിലും കച്ച തൊഴികട്ടെ. വളവാച്ചർക്കിലും വളവാറ്റിപ്പെണ്ണിലും കച്ച തൊഴികട്ടെ.
Thank you.
ചെയ്യുന്നു.
ഇനിയും ഫോട്ടോ എടുക്കാൻ ബാക്കിയുള്ളവർ ദയവായി ഫോട്ടോ എടുത്ത ശേഷം മാത്രമേ പോകാവുള്ളൂ. അതോടൊപ്പം നിങ്ങൾ ഈ കാണിച്ച സ്നേഹവും ഈ കുടുംബത്തിന്റെ എല്ലാവിധ ആശീർവാദങ്ങളും ഇന്ന് ഈ കല്യാണത്തിൽ പങ്കെടുത്ത ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ തരുകയാണ്. ഞാൻ വിളിച്ചപ്പോൾ ഒറ്റ മനസ്സോടുകൂടി മംഗലാപുരത്ത് നിന്ന് മാത്രം 3 പേര്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഒരുപോലെ കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ സ്വന്തം ചങ്കുകളായ പിള്ളേർ എല്ലാവർക്കും, അതോടൊപ്പം വലിയ വലിയ കുടുംബാംഗങ്ങൾ ഈ ഒരു കല്യാണത്തിന്റെ പുറകിൽ ഏറ്റവും കഠിനമായി അധ്വാനിച്ച ഒരുപാട് പേരുടെ വിയർപ്പിന്റെ തൊഴിലുണ്ട്. ഏറ്റവും സ്നേഹത്തോടുകൂടി ഏവർക്കും വിനീതമായി നന്ദി പറയുകയാണ്. അതോടൊപ്പം താങ്ക്സ് ഫോർ കമ്മിങ് ഗൈസ്. I really love your performances and I look forward to be in touch in this way. Let's meet again.
അങ്കമാലിക്കാരനാണടി തീയമ്മേ മുറിവാലൻ നീച്ചയാണടി തീയമ്മേ അങ്കമാലിക്കാരനാണടി തീയമ്മേ മുറിവാലൻ നീച്ചയാണടി തീയമ്മേ അങ്കമാലിക്കാരനാണടി തീയമ്മേ സമരടിക്കണ കാലമായടി തീയമ്മേ കാറ്റിന്റെ താമസ് നടി തീയമ്മേ സമരടിക്കണ കാലമായടി തീയമ്മേ കാറ്റിന്റെ താമസ് നടി തീയമ്മേ സമരടിക്കണ കാലമായടി തീയമ്മേ കാറ്റിന്റെ താമസ് നടി Sigils from marriage. Yeah. Like he's our senior actually. And from the first day I came to know him because he's very energetic person. No? He just came to us and then he said like everyone hi, that person. From the first day till to now it's the same person. So. I still remember the day, the first time I came Mangalore and came the St. Aloysius College and I saw him. Okay, then I was like, oh my god, like he looked so tough. And the time I talked with him, when the time I interacted with him, and he was like really cool, energetic guy. Yeah, that's true. Yeah. Till now also he's the same only. Really, nothing changed at all. That person who get everyone to get involved in the same place, that's he. This is like first Kananaya marriage like I have ever attended because I'm from Nepal. I never saw this Christian marriage and this is like specifically Kananaya marriage and everyone was telling like it will be like huge and we were expecting like this kind of and yesterday we danced, we had a lots of food. The food, it was really nice. Like the dance and the food were including the same taste, the same vibe. Okay, really we enjoyed that. The dance, that function and the food was really nice. Yeah. അളിയൻ ഭയങ്കരമായ എന്നാ പറയുക ചില്ലാണ്. നമ്മൾ ഏത് സമയം എന്ത് കാര്യത്തിന് വിളിച്ചാലും അളിയൻ റെഡിയാണ്, റെഡി ടു ഫയറാണ് അളിയൻ. ആക്ച്വലി നമ്മളെന്നാ പറയുക ഏത് നിമിഷവും അളിയൻ ആക്റ്റീവ് ആവാത്ത ടൈമില്ല. അത് എന്ത് കാര്യത്തിലാണേലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എൻഗേജ്മെൻറ്റ് നടന്നപ്പോഴാണെങ്കിലും മൊത്തത്തിൽ അളിയൻ ആ ഒരു ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊന്നു എന്നാണ് വിളിക്കണത്. പൊന്നു എന്നാ പറയുക വീട്ടിൽ ആക്റ്റീവാണ്, എപ്പോഴും നന്നായിട്ട് സംസാരിക്കും, അത്യാവശ്യം എന്നാ പറയുക നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ആളാണ്. ആക്ച്വലി രണ്ടുപേരും വൈബാണ്, രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, അതുപോലെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ മിടുക്കരാണ് രണ്ടുപേരും. അവൻ ഇച്ചിരിയോടെ ആക്റ്റീവാണ്, പിന്നെ അവളും നന്നായിട്ട് ആക്റ്റീവാണ്. വീട്ടിലെല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. അവൾ വളരെ എന്താ പറയുന്നത് എല്ലാ കാര്യങ്ങളും അവൾ വളരെ റെസ്പോൺസിബിൾ പേഴ്സണാണ്. അവൾ വളരെ സ്മാർട്ടാണ്. എൻ്റെ മോളായിട്ട് പറയുമല്ല, എല്ലാവരോടും വളരെ സ്നേഹവും വളരെ മര്യാദയും
ഉള്ളൊരു കൊച്ചാവള്. മരുമോൻ സൂപ്പറല്ലേ? മോള് കണ്ടുപിടിച്ചല്ലേ, അപ്പം മോശമാകാൻ വഴിയില്ല. എനിക്ക് ചെറിയ കാലത്ത് എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ. മോളുടെ ചോയ്സ് തെറ്റിയാലെന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ മദർ ഇൻ ലോയും പിന്നെ അവളുടെ ഗ്രാൻഡ് മദറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളെ. അപ്പോൾ അതുകൊണ്ട് അവരും വളരെ ലവിങ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. അവരെപ്പോഴും അവളെ ഇങ്ങനെ ഫോൺ വിളിക്കുക ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട്, അവരിങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമില്ല. അപ്പോൾ അവൾ കംഫർട്ടായിരിക്കും. അവൾ കംഫർട്ടാണെങ്കിൽ പിന്നെ എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ചെറുക്കനോടും പെണ്ണിനോടും എന്നാ പറയാനില്ല, അവർ സന്തോഷമായിട്ട് പരസ്പരം മനസ്സിലാക്കി ഒരാളുടെ കുറവ് ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യാതെ അത് അഡ്ജസ്റ്റ് ചെയ്തെല്ലാം എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. എന്നാലേ ഉള്ളൂ ഫാമിലി ലൈഫ് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളെന്തെങ്കിലും ചെയ്തു ചിലപ്പോൾ, അതായത് നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ഡിഫറെൻറ്റ് വേയിലല്ലേ ഓരോരുത്തരും ദൈവം സൃഷ്ടിച്ചേക്കണേ. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റേതായ കുറവുകളും ഇതൊക്കെ കാണും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. Hey, hi, I'm Angelina. Hey, I'm Sean. So I'm the first cousin of Alina, and she's my cousin from my mom's side. Yeah. So just introduce yourself. Okay, yeah, I'm Angelina. I'm his mom's sister's daughter. So I'm his first cousin. Alina's amazing. Ever since I knew her, she's always determined, hardworking. She came to the U.S., became a nurse, studied really hard, got a job, and now is working full time. Yeah. I mean, as much as I've known her, I haven't really known her that much, but she seems really cool and she seems really nice, so. The wedding, it's very hot outside, but other than that, it's been a great wedding, great food, great entertainment. Overall, just a great experience. Yeah, I agree. Shantratai joined. It was nice seeing all the dances and stuff. The dances are crazy here. In America, it's not as crazy, but here it's more crazier. So I want to say congrats and have a good long life together. You guys are going to enjoy it for a long time. Just make sure you guys treat each other well and travel the world with each other. Have a good time.